ആലുവയ്ക്കടുത്ത് കുട്ടമശ്ശേരിയിൽ വീടിന് തീവയ്ക്കാൻ ശ്രമം. സൂര്യനഗർ കൊല്ലംകുടിയിൽ നാരായണൻകുട്ടിയുടെ വീടിന് നേരെയാണ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി തീവയ്ക്കാനുള്ള ശ്രമം നടന്നത്. ഈ പ്രവൃത്തി ചെയ്ത വ്യക്തിയുടെ ഉദ്ദേശമെന്തെന്ന് ഇപ്പോഴും വ്യക്തമല്ല. സംഭവത്തിൽ ആലുവ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിലാണ് വീടിന് മുൻപിൽ അജ്ഞാതൻ തീയിട്ടത്. രാത്രി വീട്ടുകാർ ബാത്റൂമിൽ പോകാൻ എഴുന്നേറ്റപ്പോഴാണ് വീടിന്റെ മുൻവാതിലിനടുത്ത് തീയെരിയുന്നതായി കണ്ടെത്തിയത്. കുട്ടമശ്ശേരി സൂര്യനഗർ കൊല്ലംകുടിയിൽ ശ്രീനാരായണൻകുട്ടിയുടെ വീടിന് നേരെയാണ് തീവയ്ക്കാൻ ശ്രമം നടന്നത്. ഒരു 10-45 കൊല്ലമായിട്ട് ഒരാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വഴിയാണ് നമ്മുടെ സ്ഥലത്തേക്ക്. അപ്പോൾ ഞങ്ങൾ ഉപയോഗിക്കണ അദ്ദേഹം ഉപയോഗിക്കണം, ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടായില്ല. എല്ലാവരും സുപ്രഭാതത്തിൽ അയാൾ സ്റ്റേ മേടിച്ചുകൊണ്ട് വന്നു. അതൊരു 6 വർഷം കേസ് അങ്ങനെ കൊണ്ടുപോയി. ആ കേസിൻ്റെ പുറമെ ഞാനും പോയി. അത് കഴിഞ്ഞ് അയാൾ വിഡ്രോ ആയി കഴിഞ്ഞതിന് ശേഷം 12 കൊല്ലം കഴിഞ്ഞപ്പോൾ കോടതി കാണിച്ചു തന്ന സ്ഥലത്തേക്ക് ഞാൻ മതിൽ കെട്ടി എൻ്റെ അതിൽ ഞാൻ തിരിച്ചിട്ടു. ഇത്ര ഉള്ളത്. പിന്നെ ഡെയിലി എന്നോണം ഈ ദേഹം എന്നെ നശിപ്പിക്കുന്ന രീതിയിൽ വന്ന് ഭീഷണിയുണ്ട്. ഡെയിലി ഉണ്ട്, ഒരു ദിവസമല്ല, ഡെയിലി ഉണ്ടോ. വീടിന്റെ മുൻവശത്തെ വാതിലും മരത്തോടു കൂടിയുള്ള ഭിത്തിയുമുള്ള ഭാഗത്ത് എന്തോ ഒഴിച്ചിട്ട് കത്തിക്കുകയായിരുന്നു. സമീപത്തെ CCTV പരിശോധിച്ചപ്പോൾ ഈ സമയം ഒരാൾ ഇതുവഴി പോകുന്നതായി കണ്ടെത്തിയെങ്കിലും അയാളുടെ രൂപം വ്യക്തമല്ല. ഈ പ്രവൃത്തി ചെയ്തത് ആരാണെങ്കിലും പ്രതിയെ നിയമ നടപടിക്ക് മുൻപിൽ കൊണ്ടുവരാനായി വീട്ടുടമയോടൊപ്പം ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് കീഴ്മാട് CPM ലോക്കൽ സെക്രട്ടറി KA രമേശ് പറഞ്ഞു. ഇത് ആരായാലും അത് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുവാനും തക്കതായ ശിക്ഷ മേടിച്ചു കൊടുക്കുവാനും ഒക്കെ ഈ സമൂഹത്തിലെ എല്ലാവരും നാരായണൻകുട്ടിയുടെ കൂടെ ഒറ്റക്കെട്ടായി ഉണ്ടാകും എന്നാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. സംഭവം അറിഞ്ഞ് വാർഡ് മെമ്പർ കുടുംബത്തെ സന്ദർശിച്ച് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. സംശയിക്കുന്ന ആളുടെ വീട്ടിലും പോലീസുകാർ ചെന്നിട്ടുണ്ടായിരുന്നു, വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ ഈ ഫോറൻസിക് റിപ്പോർട്ട് വന്നാലാണ് ഇപ്പോൾ ഇവിടെ എന്താണ് എന്ത് ഉപയോഗിച്ചാണ് കത്തിച്ചതെന്നൊക്കെ അറിയാനായിട്ട് സാധിക്കുള്ളൂ. പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, ആലുവ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.